പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11-12 അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീസ് എന്നുള്ള പാഠഭാഗമാണ്. പാരഗ്രാഫ് ദ മുതൽ ഔട്ട് ഓഫ് റീച്ച് വരെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിക്കുക. The combatants were unaware of my presence in the banyan tree. They soon became aware of the arrival of two other spectators. One was a myna and the other jungle crow, not the willy urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. Instead, they fixed his gaze at a point just below the cobra's hood and opened the attack. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately, the cobra stuck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. ഇതാണ് നമ്മുടെ അടുത്ത പാഠഭാഗം. നോക്കാം. Though the combatants were unaware of my presence in the banyan tree. അവിടെ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന മംഗൂസും അതേപോലെ തന്നെ കോബ്രയും ഞാൻ ആ മരത്തിലുണ്ടെന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു. They soon became aware of the arrival of two other spectators. പക്ഷേ അവിടെ രണ്ട് കാഴ്ചക്കാർ പെട്ടെന്ന് അവിടെ എത്തി. ആരൊക്കെയായിരുന്നു ആ കാഴ്ചക്കാർ? വൺ വാസ് എ മൈന ആൻഡ് ദ അതർ ജംഗിൾ ക്രോ. ഒന്ന് ഒരു മൈനയായിരുന്നു, രണ്ടാമത്തത് ആരാണ്? ജംഗിൾ ക്രോ ആണ്, ഒരു കാട്ടു കാക്കയാണ്. നോട്ട് ദ വില്ലി അർബൻ ക്രോ, നമ്മുടെ സാധാരണ പട്ടണങ്ങളൊക്കെ കാണുന്ന അർബൻ ക്രോ ആയിരുന്നില്ല അത്. They had seen these preparations for battle. അവർ രണ്ടുപേരുടെയും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് അവർ നോക്കി നിന്നു. And had settled on the cactus to watch the outcome. ആ യുദ്ധം കാണാൻ വേണ്ടി തന്നെ അവർ നേരത്തെ നമ്മൾ പറഞ്ഞ ആ കാക്ടസിൻ്റെ ആ കള്ളിച്ചെടിയുടെ മുകളിൽ അവിടെ ഇരുന്നു. They been content only to watch, all would have been well with the both of them. രണ്ടുപേരെയും യുദ്ധം കാണാൻ വേണ്ടി ആ കള്ളിച്ചെടിയുടെ മുകളിൽ മൈനയും അതുപോലെ തന്നെ കാക്കയും അവിടെ ഇരുന്നു. The cobra stood on the defensive, swaying slowly from side to side. കോബ്ര എന്താണ്? ഡിഫെൻസീവ് മൂഡിൽ, അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പിട്ട് തന്നെ എതിർക്കാൻ വേണ്ടിയുള്ള മൂഡിൽ അങ്ങനെ നിൽക്കുകയാണ്, നിൽക്കുകയാണ്. സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. സ്വയിങ് സ്ലോലി ഫ്രം സൈഡ്, ഇരുഭാഗത്തേക്കും കോബ്ര ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ട്രൈങ് ടു മെമ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. ട്രൈങ് ടു മെമ്മറൈസ്, ആ മെമ്മറൈസ് ചെയ്യാണ്. എന്താണ് ആ മെസ്മറൈസിന് പറയുന്ന വാക്കെന്താണ്? മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ മയക്കുക. ആ മംഗൂസിനെ മയക്കുന്ന രീതിയിൽ മാർക്കിംഗ് എ ഫാൾസ് മൂവ്, മംഗൂസിൻ്റെ നോട്ടം മാറ്റാൻ വേണ്ടി ആ കോബ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു കൊണ്ടേയിരുന്നു. എന്നാലോ ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്. പക്ഷേ മംഗൂസിന് അറിയായിരുന്നു, ആ കീരിക്ക് അറിയായിരുന്നു, എൻ്റെ എതിരാളിയുടെ ആ അൺവിങ്കിങ് ഐസ്, ചിമ്മാതെ കണ്ണ് പൂട്ടാതെ നിൽക്കുന്ന ആ കാഴ്ച, ആ ശക്തി ആർക്കറിയായിരുന്നു? മംഗൂസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണുകളെ നേരിടാൻ, അതും നമ്മളെ കോബ്രയുടെ കണ്ണുകളെ നേരിടാൻ ആര് തയ്യാറായില്ല? നമ്മുടെ മംഗൂസ് തയ്യാറായില്ല. ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം, ആ കണ്ണുകളിലേക്ക് അവൻ നോക്കിയില്ല. ഇൻസ്റ്റെഡ് ദ ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിൻറ്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. പക്ഷേ ആ മംഗൂസ് നോക്കിയത് എവിടെയായിരുന്നു? ആ കോബ്രയുടെ പത്തിക്ക് താഴെ ഒരു പോയിന്റിലേക്ക് ആര് നോക്കി? മംഗൂസ് നോക്കി.
ആൻഡ് ഓപ്പൻഡ് ദ അറ്റാക്ക്. പെട്ടെന്ന് ആക്രമണം ആരംഭിച്ചു. എങ്ങനെയാണ് ആരംഭിച്ചത്? മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. അതാണ് പെട്ടെന്ന് തന്നെ പാമ്പിന് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിന് തൊട്ടടുത്തെത്തി ഒരു വശത്തേക്ക് അവൻ ഒരു വ്യാജ ആക്രമണം നടത്തി. കണ്ടില്ലേ? മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു, ആഞ്ഞു കൊത്തി. ആ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്തത്? മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. അവൻ്റെ ആക്രമണം ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് മാറി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്റ്റക്ക്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആര് കൊത്തി? പാമ്പ് മംഗൂസിനെ കൊത്തുകയാണ്. അതാണ് ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്റ്റക്ക്. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ആ ആഞ്ഞ് കൊത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ആ വീതിയുള്ള പത്തി, എന്താണ് വിരിഞ്ഞു നിൽക്കുന്ന പത്തി കൊണ്ട് മംഗൂസിനെ കൊത്തിയ ഉടൻ തന്നെ ഞാൻ വിചാരിച്ചു ആ മംഗൂസിനെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷേ മംഗൂസ് എന്ത് ചെയ്തു? ആ ലിറ്റിൽ ഫെലോ എന്താണ് ചെയ്തത്? ജംപ്ഡ് നീറ്റ്ലി ഇൻ ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് ചാടിയിറങ്ങി. ആൻഡ് ഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി എസ് ദ കോബ്ര. ആൻഡ് ഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി എസ് ദ കോബ്ര. ഒരു വശത്തേക്ക് ചാടി മാറി പാമ്പിൻ്റെ അതേ വേഗതയിൽ പാഞ്ഞ് ചെന്ന് neatly one side and darted in swiftly as he could, biting the snake on the back. പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ മുതുകിൽ ആ മംഗൂസ് പെട്ടെന്ന് കടിച്ചു. വീണ്ടും പിടികൊടുക്കാതെ അതെന്ത് ചെയ്തു? ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. പാമ്പിന് തൊടാൻ പറ്റാത്ത രീതിയിൽ ആര് മാറി നിന്നു? ആ മംഗൂസ് മാറി നിന്നു. ഇതാണ് ആദ്യം ആക്രമിച്ചത് പാമ്പായിരുന്നെങ്കിലും കോബ്ര ആയിരുന്നെങ്കിലും പക്ഷേ തിരിച്ച് ചെയ്തതാരായിരുന്നു? നമ്മുടെ ആ ലിറ്റിൽ മംഗൂസ് ആയിരുന്നു. മംഗൂസ് പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ മുതുകിലേക്ക് ഒരു കടി കൊടുത്തു. അതിലൊരു ചോദ്യം നോക്കിയോട്ടെ. എന്താണ് ചോദ്യം? ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ, പിക്ക് ഔട്ട് വൺ ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. കോബ്ര നല്ലൊരു ഫൈറ്ററാണ്, നന്നായിട്ട് ആക്രമിക്കാൻ കോബ്രയ്ക്ക് അറിയാമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ടെക്നിക്സ്, പിക്ക് ഔട്ട് ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ് അല്ലേ? നമുക്കറിയാം, ഒരു മെസ്മറൈസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. എന്താണല്ലേ മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ? മംഗൂസിനെ മയക്കി ആക്രമിക്കാമെന്നാണ് ആര് വിചാരിച്ചത്? കോബ്ര വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. അടുത്ത ചോദ്യം എന്താണ്? ദ മംഗൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലവർ, ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റാൻറ്റ് ഓഫ് ഹിസ് ക്ലവർനെസ്. എന്നാൽ മംഗൂസ് എന്താണ് തെളിയിച്ചു? ഞാൻ ബുദ്ധിമാനാണ് എന്ന് തെളിയിച്ചു. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ഹിസ് ക്ലവർനെസ്. അത് ഇനി അവൻ്റെ ബുദ്ധി കാണിക്കുന്ന ഒരു ഒരു ഇൻസ്റ്റാൻസ് ഇതിലുണ്ട്, ഒരു പാഠഭാഗം ഇതിലുണ്ട്. അതേതാണെന്ന് ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. കോബ്ര കുത്തുമ്പോൾ തന്നെ ആ ലിറ്റിൽ ഫെലോ ഒരു ഭാഗത്തേക്ക് ചാടുകയും ആൻഡ് ഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി ആസ് എ കോബ്രയുടെ ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് അവേ. പെട്ടെന്ന് തന്നെ അതിവേഗത്തിൽ ചാടിയിട്ട് സ്നേക്കിൻ്റെ മുതുകത്ത് കടിച്ചതും എന്നിട്ട് പെട്ടെന്ന് മാറിയതും അതിൻ്റെ ബുദ്ധിയാണ് കാണിക്കുന്നത്. ഇനി ഇതിലുള്ള പുതിയ വാക്കുകൾ അതൊക്കെ നോക്കാം. ഒന്ന് കോമ്പറ്റൻസ് ആണ്. എന്താണ് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ? എതിരാളികൾ എന്നാണ്. അതുപോലെ തന്നെ വിളി, ശൂത്രശാലിയായ. വിളി ക്രോ എന്ന് പറഞ്ഞിട്ടില്ലേ, ശൂത്രശാലിയായ കാക്ക എന്ന് കാണിക്കുന്നത്. പിന്നെ മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ വശീകരിക്കുക അല്ലെങ്കിൽ മയക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഫെയിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാനായി നടത്തുന്ന വ്യാജ ആക്രമണത്തിനാണ് എന്ത് പറയുന്നത്? ഫെയിൻറ്റ് എന്ന് പറയുന്നത്. ഈ പാഠഭാഗം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.